Moms and Wives app launch. Today we have Pishu. എനിക്ക് നീ ഞാനും ഫോർമലായിട്ട് വർത്താനം പറയുന്നത് എനിക്ക് അറിയില്ല. എനിക്കറിയില്ല. ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ നിന്നിട്ട് ഫോർമലായിട്ട് സംസാരിക്കുന്നതിനകത്ത്. ഫോമനൊന്നും ആവണ്ട. അതാണ് ഒട്ടും പറ്റൂല. ഐ തിങ്ക് ദുബായിൽ നമ്മള് ഒരുമിച്ച് വർഷങ്ങളായി എത്രയോ ഞാനിങ്ങനെ ഇന്നിപ്പോ നിന്നെ കണ്ടപ്പോൾ ഞങ്ങൾ നമ്മള് വെള്ളിയാഴ്ചകൾ തോറും ഇവിടെ വരികയും വലിയ വലിയ ഇവന്റുകൾ നിരന്തരം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ഇവന്റുകളിലൊക്കെ ഇപ്പം ഒരു ആപ്പ് ലോഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളിപ്പം ന്യൂ ഇയറിന് പരിപാടിയുണ്ട്, ഉത്സവത്തിന് പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ രഞ്ജിനിയൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തിന് ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. ഈ സ്കെയില് ചെയ്തിട്ടില്ല. ഞാൻ അതിനൊരു ഇവന്റ് ഞാൻ ഉദ്ദേശിച്ചത് ആപ്പ് ലോഞ്ച് എന്നുള്ളതല്ല. ഒരു ഇവന്റ് ആയിട്ട് ഇത്ര ആർട്ടിസ്റ്റുകൾ വരുന്നത് ചെയ്തില്ല. നമ്മള് സാറ്റലൈറ്റ് ചാനലുകളൊക്കെ തന്നെ ചെയ്യുന്ന പോലെ വന്നിട്ടുള്ള ചാനലുകൾക്ക് വരുന്നുണ്ട്. അതുപോലെയാണ് ഒരു ആപ്പ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയ കാര്യം. ഓക്കെ, ബട്ട് വി ഹാവ് ടു കൺഗ്രാറ്റുലേറ്റ് ദം ബിക്കോസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തോട്ടാണ് അല്ലെ, മോംസ് ആൻഡ് വൈഫ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ്. അതെ, ഇത് കേട്ടപ്പോ എന്താണ് പിഷുവിന് ആദ്യം തോന്നിയത്? ആരായാലും തുടങ്ങിയവൻ ബുദ്ധിയുള്ളവൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഒരാളുടെ ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റി നമ്മൾ അളക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയുടെയും ഭാര്യയുടെ ഇടയിൽപ്പെട്ടു പോകുന്നിടത്താണ്. എല്ലാവർക്കും പെടാം, ഞാൻ അത്ര പെട്ടിട്ടില്ല, എന്നാലും പെടാവുന്നതാണ്. അപ്പം ബുദ്ധിപരമായിട്ട് മംസ് ആൻഡ് വൈഫ്സ് പറഞ്ഞ രണ്ടുപേരെയും കൂടെ കൃത്യമായിട്ട് ഇണക്കി വെക്കുന്ന ഒരു സെറ്റപ്പിലാണ് ആപ്പ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വൈസ് ഒക്കെ നല്ല കാര്യമാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു കാലങ്ങൾ കൂടുതൽ എല്ലാത്തിനും സമയമില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ പരാതി, എല്ലാ കാര്യം. അപ്പം പറ്റുന്ന പോലെ സമയം പോലെ വേണ്ടവന് വേണ്ടത്രയും എന്നൊക്കെ ഉള്ള ഒരു അളവുകളൊക്കെ ഇതിലുള്ളത് നല്ല ഫ്ലെക്സിബിലിറ്റി, വളരെയധികം ഫ്ലെക്സിബിലിറ്റി നൽകുന്ന ഒരു ആപ്പാണ്. അപ്പൊ ഞാൻ ഇനി ഒന്നൊന്ന് പേഴ്സണൽ ലൈഫിലേക്ക് പോവാണ്. ഇപ്പൊ പിഷുവിന് അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയാം, ആദ്യം മനസ്സിലെത്തുന്ന ഒരു ചിന്ത എന്താണ്? അമ്മ. ഒയ്യോ, അങ്ങനെ അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ രൂപം തന്നെ ചിന്ത വരുന്നല്ല. അത് അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു വിഷ്വലും വേറൊരു ചിന്ത. ഇമോഷൻ, എന്തൊരു ഇമോഷനാണ് വരുന്നത് മനസ്സിൽ അമ്മ എന്ന് പറയുമ്പോൾ? അതൊക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെ വാക്കുകളാൽ നമുക്ക് പറയാവുന്ന അങ്ങനെയാണ്. ഇതിനെ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ച് അങ്ങ് പറഞ്ഞാൽ അതിനെ ഫുൾ ഇതായിട്ട് കിട്ടൂല. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. അപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് അതിൽ എന്താണ് ഇമോഷൻ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അത് എല്ലാവർക്കും അനുഭവിക്കുന്ന പോലെ തന്നെ അതൊരു വലിയ കാര്യമാണ്, ഒരു വികാരം. അതെ, അങ്ങനെയാണ്. അതിനെ ഒരു വാക്കിൽ ഒരു വാചകത്തിലൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അതിനെ പാക്ക് ചെയ്യാൻ പാടില്ല. അപ്പം അത് ഞാൻ മാറ്റി ചോദിക്കാം. അമ്മയിൽ നിന്നും അല്ലെങ്കിൽ പിഷുവിന്റെ അമ്മയിൽ നിന്നും പിഷു ഏറ്റവും കൂടുതൽ പഠിച്ച കാര്യം എന്ന് ചോദിച്ചാൽ എന്താണ്? പിഷു അമ്മയിൽ നിന്നും അമ്മയുടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒരു ഗുണം, അമ്മയിൽ കണ്ട് പഠിച്ച കാര്യം, മറ്റുള്ളവരിൽ കാണാൻ ആഗ്രഹമുള്ള ഒരു കാര്യം. മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നതാണ് അമ്മമാരിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മ അങ്ങനെ ഞാൻ ഒരാളായിട്ടല്ല പറയുന്നത്, എല്ലാവർക്കും ഈ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ കാക്കയ്ക്കും തന്നമ്മ അങ്ങനെയുണ്ട്. അപ്പോൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര കാര്യമാണ്. അവരുടെ ടൈം മാനേജ്മെൻറ്റും മൾട്ടി ടാസ്കിങ് ഇപ്പോഴത്തെക്കാളും കുറച്ചുകൂടെ സൗകര്യങ്ങൾ കുറഞ്ഞ എൻ്റെയും തൻ്റെയൊക്കെ ഒരു ബാല്യങ്ങൾ ഉള്ള സമയത്തൊക്കെ അവർ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. നമുക്കതിപ്പോൾ ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും. എങ്ങനെയാണ് ഇവർക്ക് 24 മണിക്കൂർ, ഇവരുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 35 മണിക്കൂർ ഉണ്ടായിരുന്നോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് 24 മണിക്കൂർ തന്നെ പലതിനും പോരാ. പ്രൊവൈഡഡ് സഹായത്തിനൊരാൾ, പലതരം മെഷീനുകൾ നമ്മുടെ വീട്ടിലുണ്ട്, അലക്കാൻ, പാത്രം കഴുകാൻ, അതൊക്കെ ഉണ്ടായിട്ടും ടൈം എത്താതിരിക്കുന്ന ഒരു സമയത്ത് ഇവർ സമയം എത്തിച്ചിട്ടുണ്ടല്ലോ. അതൊരു വലിയ മാജിക്കാണ്. വൈഫ് എന്ന് പറയുമ്പോൾ ജനറിക് ആയിട്ട് മതി, സ്വന്തം ഭാര്യനെ കുറിച്ച് പറയണ്ട. അല്ല, പറയുന്ന കുഴപ്പമില്ല, ചോദ്യം ഉണ്ടേ പറയാം. എന്താ പറയാ? ഭാര്യ എന്ന് പറയുമ്പോൾ പിഷുവിന്റെ വൈഫ് ആണെങ്കിലും ജനറലി വൈഫ്സ് എന്ന് പറയുമ്പോൾ ഈ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞ കുറെ വിഭാഗം ആൾക്കാരുണ്ടല്ലോ. ഒരു പക്ഷെ അവരുടെ ഫാമിലി ലൈഫ് അങ്ങനെ ആയതുകൊണ്ടാവാം, ഫ്രീഡം കൊടുക്കുന്നതിന്റെ പ്രശ്നമാവാം, അവർ വളർന്നു വന്ന സാഹചര്യം കാരണമാവാം. ഈ വൈഫ്സ് എന്ന് പറഞ്ഞവരെ എംപവർ ചെയ്യാൻ ഏത് ഏരിയയിലായിരിക്കും നമ്മൾക്ക് കൂടുതലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സൊസൈറ്റിക്ക്? അത് വളരെ സൊസൈറ്റി അതിലൊക്കെ ഇനിയും എത്രയോ വേണമെങ്കിൽ മാറണം. അതിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലോട്ടൊക്കെ വെച്ചിട്ടുള്ളതേ ഉള്ളൂ. നമ്മൾ ഭയങ്കര വിപ്ലവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുള്ളൊരു സമയത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. അതിവിടുന്ന് ഇനിയും കിലോമീറ്റർ കണക്കിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ എംപവർമെൻ്റ് എന്നുള്ള വാക്കൊക്കെ പറഞ്ഞ് അതിനൊരു വലിയ പ്രോസസ്സാക്കി വീണ്ടും നമ്മൾ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. അതൊക്കെ വളരെ സ്വാഭാവികമായി നടന്നു പോകേണ്ട കാര്യങ്ങളാണ്. പിന്നെ
അന്നത്തെക്കാളും ജോലിയുടെ സ്വഭാവം മാറിയല്ലോ. നമ്മളൊരു പണ്ടത്തെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ സാധ്യമായിരുന്ന ജോലികൾ, ആ ജോലിയുടെ സമയം എന്നൊക്കെ പറയുമ്പോൾ അന്ന് പലതും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ജോലികളുണ്ടായിരുന്നു. നമ്മൾ വളരെയധികം ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമായ ജോലിയായിരുന്നു ഒരു 50 കൊല്ലം മുമ്പ് വരെ എന്ന് നമുക്ക് പറയാം. ഒരു മിക്ക ജോലികളും, അത് കൺസ്ട്രക്ഷൻ മേഖല ആയിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, അവരെ മാറ്റി നിർത്തിയ മേഖലകളാണ് അങ്ങനെയായിരുന്നു. അപ്പോൾ വീടും കാര്യങ്ങളുമായിട്ട് രണ്ടിട്ട് പോലും. ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ളൊരു ആപ്പോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഷെയറിൻ്റെ പരിപാടികളോ എന്നൊക്കെ പറയുന്നത് അവർക്ക് കുറച്ചുകൂടെ അവരുടെ ജോലിയോടൊപ്പം ചെയ്യാവുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഈ മോംസ് ആൻഡ് വൈഫ്സ് എന്ന് പറഞ്ഞ ആപ്പ് അവർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനത്തെ ആൾക്കാർ പുറത്തേക്ക് വരുമ്പം എന്ത് ജോലിയും ചെയ്യാമെന്ന് പറയുമ്പം അങ്ങനെ ആൾക്കാർ മുന്നോട്ട് വരുമെന്നൊരു വിശ്വാസം പിഷുവിന് തോന്നുന്നു. ഇതിലിങ്ങനെ പലതും വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വിൽക്കാം എന്നൊക്കെ പറഞ്ഞു കയറ്റും. എന്തൊക്കെ വിൽക്കുമെന്ന് കണ്ടറിയണം. ആപ്പ് കൊടുക്കാനേ പറ്റുള്ളൂ. വിൽക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ദിൽഷാദിന്റെ അടുത്ത് സംസാരിക്കായിരുന്നു, ഇതിന്റെ സിഒന്റെ അടുത്ത്. വീട്ടില് വൈഫിന് ആപ്പ് കൊടുത്തു, മോംസ് ആൻഡ് വൈഫ്സ് ഡൗൺലോഡ് ചെയ്തു, എന്തെങ്കിലും അങ്ങനെ ചെയ്യോ? അതൊക്കെ എനിക്കറിയില്ല. അവരുടെ ഒരു മൂഡ് അനുസരിച്ചൊക്കെ ഇരിക്കും. സ്ഥലവും സൗകര്യം എന്താ, അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കി അത് വിജയിച്ച് ഇവർ വിൽക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ പുറത്ത് ഇത് പരീക്ഷിക്കുമോ എന്നുള്ളതാണ്. പരീക്ഷിച്ചിട്ട് നമുക്ക് തന്നാൽ കുഴപ്പമില്ല, നമ്മളിൽ പരീക്ഷിച്ച് പുറത്ത് കൊടുക്കുമോ എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഐ പേഴ്സണലി ഫീൽ ലൈക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയായിരുന്നു, എന്റെ അമ്മ പച്ചക്കറി തോട്ടമുണ്ട്. അമ്മ കുറെ പച്ചക്കറി ഉണ്ടാക്കും. അത് തിന്ന് ഞങ്ങൾ തന്നെ എല്ലാ ദിവസവും ഓരോ സാധനം തിന്നുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനത്തെ സ്ത്രീകൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? പക്ഷെ അത് ചെയ്യണം എന്നൊരു സംഭവം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ആപ്പ് ജനകീയമാക്കണം. അതെ അതെ അത് ഇതിനകത്തൊരു വലിയ ഒരു കോമ്പറ്റീഷനും ഇതിനൊരു അങ്ങനെ നമുക്ക് ഇത്ര ഉണ്ടെങ്കിലേ ഉള്ളൂ, ഇത്രയെങ്കിലും വേണം മിനിമം എന്നൊന്നും പറയുന്ന കാര്യങ്ങളില്ലാണ്ട് ചെറിയ ബേബി സ്റ്റെപ്സ് വെച്ച് വരും ആൾക്കാർ ഇതിലോട്ട് വരും. അത് വളരെ പുതുമയാർന്നൊരു കോൺസെപ്റ്റ്, വളരെ രസം. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മോംസ് ആൻഡ് വൈഫ്സ്. പക്ഷെ മോംസ് ആൻഡ് വൈഫ്സ് മാത്രമേ ഉള്ളൂ. സോ എനിക്കിതിൽ എത്ര സ്കോപ്പ് ഉണ്ടെന്ന് നമുക്കറിയില്ല. നോക്കാം, വരും രഞ്ജനി. ഇങ്ങനെയൊക്കെ ഇതിനപ്പുറം വാചടിച്ച് കിടന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് മോംസ് ആൻഡ് വൈഫ്സ് ഒക്കെ എപ്പോഴും വളരെ ഇന്നോവേറ്റീവായ ചിന്തകൾ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകളാണ് എപ്പോഴും കൂടുതൽ ജനകീയമാവുന്നത്. അപ്പം അവരുടെ ഈ ഒരു ആരുടെ തലയിൽ ഉദിച്ച ചിന്തയാണെങ്കിലും അത് ഏറ്റവും ഗംഭീരമാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതെ, ഞങ്ങൾ എല്ലാവരും ആലോചിക്കുന്നു ഇത് ദിൽഷാദിന്റെയും ഭാര്യ ജുമൈലയുടെയും ഒരു വഴക്കിൽ തുടങ്ങിയ ഒരു ചിന്തയാണ്. എങ്ങനെയുണ്ട്? നന്നായി, അതൊരു പുതിയ അറിവാണ്. അതെ, അപ്പോ അങ്ങനെയും നല്ല ചിന്തകൾ വരാൻ നടക്കട്ടെ. All the best, moms and wives.